വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. വൈകുന്നേരങ്ങളിലൊക്കെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. കോഴിമുട്ട ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 5 കോഴിമുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിനായിട്ട് ഞാൻ ഇതിലേക്ക് ഏലക്കായാണ് ചേർക്കുന്നത്. ഒരു 5 ഏലക്കായ ചേർത്തിട്ടുണ്ട്. ഏലക്കായുടെ പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഇതൊരു മധുരമുള്ള സ്നാക്കാണ്. ഒരു 1/4 കപ്പൊക്കെ പഞ്ചസാര മതിയാവും. നിങ്ങൾക്ക് മധുരം കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. പഞ്ചസാര കലിയുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. ഒരു കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വയ്ക്കുക. ചെറിയൊരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അധികം വായവട്ടമില്ല. അതിലേക്ക് ഞാനൊരു 3 ടീസ്പൂണ് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് ഒന്നും നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും അണ്ടിപ്പരിപ്പ് ഒഴിവാക്കാം. അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി, അതായത് കിസ്മിസും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. മുന്തിരിയുടെ കളറ് മാറി അത് ഡാർക്ക് ബ്രൗണായി വരുന്ന സമയത്ത് തന്നെ നിങ്ങളത് കോരിയെടുക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. വളരെ ചെറിയ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 5 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതുപോലെ വെച്ച് കൊടുക്കാം. നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ മേലെ നന്നായിട്ട് പറ്റി പിടിക്കില്ല. അപ്പോൾ ഒരു പകുതി വേവാവുന്ന സമയത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അതിനുശേഷം വീണ്ടും ഇത് അടച്ച് വയ്ക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ചെറിയ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ നോബ് മേലോട്ടേക്ക് തിരിച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇത് നന്നായി വെന്ത് വരുന്ന സമയത്ത് ശരിക്കും ഇതുപോലെ നന്നായി പൊങ്ങി വരും. മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി വെക്കുക. വെന്ത് കഴിഞ്ഞാൽ ഇത് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കുക. ചൂട് ആറിക്കഴിഞ്ഞാൽ ഇത് ഹൈറ്റ് കുറയും. ഇതൊന്ന് ചുരുങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുട്ട മറിച്ചതെന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.